ഞാൻ മുന്നേ വോട്ട് ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ഞാൻ BJPക്ക് തന്നെ, അത് മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെയും പറയാമല്ലോ, BJPക്ക് തന്നെ ഞാൻ പ്രശ്നകുമാരി ടീച്ചറിന് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളതാണ്. ടീച്ചർ മത്സരിക്കാൻ നിന്ന സമയത്ത്. പിന്നെ അതിനുശേഷം ഞാൻ ദുബായിലായിരുന്നു. കൂടുതലും അവിടെ തന്നെയാണ്. 2021 നമ്മൾ നടക്കുന്ന സമയത്തും ഞാൻ കോവിഡ് കഴിഞ്ഞിട്ട് അവിടെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റ് നടന്ന സമയത്തും ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് ആ സമയത്തും ഇപ്പോൾ എൻ്റെ ചിന്ത എന്താ, ചങ്ങനാശ്ശേരി ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ എനിക്ക് വോട്ടുണ്ട്, ഈ ഒരു ചിന്തയിൽ തന്നെയാണ് ഞാൻ ഉള്ളത്. അപ്പോൾ ആ ഒരു രീതി തന്നെ ഉണ്ടായിരുന്നതും. അപ്പോൾ അതിനകത്ത് വേറെ നൂലാമാലകളൊന്നും ഇല്ലല്ലോ, വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിനകത്ത് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഇല്ലല്ലോ. പിന്നെ 15-ാം തീയതിയാണ് നമ്മുടെ ഈ 15-ാം തീയതി കൊണ്ട് ഇതിൻ്റെ അപ്രൂവൽ ക്ലോസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഞാൻ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്നറിയുന്നത് 17-ാം തീയതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച സമയത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പം ചങ്ങനാശ്ശേരി വോട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ പേര് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ മുന്നേ വോട്ട് ചെയ്തതായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വേഗം തന്നെ എല്ലാം ശരിയാക്കാമെന്ന് പറയുന്നു. 23-ാം തീയതി നമുക്ക് സമയമുണ്ടെന്ന് പറയുന്നു. ശരി, അപ്പോൾ ഞാനെന്നാൽ ഇങ്ങ് പോരുന്നു നാളെ രാവിലത്തേക്ക്. അപ്പോൾ എനിക്ക് ECIയിൽ പോയി അതിൻ്റെ ECIയുടെ മറ്റേ എല്ലാം സക്സസ്ഫുള്ളി എല്ലാം സബ്മിറ്റഡ് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നു. അപ്പോൾ അതിപ്പോൾ ഈ EROയുടെ അടുത്താണ്, EROയുടെ അടുത്താണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയണം. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇവിടെ നിന്നൊരു അനക്കമില്ല. പിന്നെ നമ്മളിങ്ങനെ വിളിക്കുന്നു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് പേരെ വിളിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു അങ്ങോട്ട് പോകും, നിങ്ങൾ ഇങ്ങോട്ട് പോകും. ഇന്നലെ മുതൽ ഇന്ന് രാവിലെ വരെ അതിൻ്റെ മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ എന്തായാലും അവർ പറഞ്ഞു, നമ്മൾ BLOയെ വിളിച്ചപ്പോഴത്തേക്കിനും പുള്ളിക്കാരി പറഞ്ഞു നമ്മളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്, എന്തായാലും നാളെ കൊണ്ടെല്ലാം ശരിയാവും എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ രാവിലെ ഇവിടെ മണ്ഡലത്തിലെത്തുന്നത്. ഇവിടെ മണ്ഡലത്തിലെത്തി നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതു, ഇനിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ ഒരാൾ, നമ്മുടെ പാർട്ടിയുടെ അല്ലാതെ ഇതിൻ്റെ ഇലക്ഷൻ്റെ ഒരു മെയിൻ ആൾ ഏറെ വിളിച്ചിട്ടിങ്ങനെ അത് നടക്കില്ല എന്നയാളുടെ ക്ലർക്ക് പറയുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ അല്ലായിരുന്നു പറഞ്ഞിരുന്നത്. അല്ല, അത് പെട്ടെന്ന് അതെല്ലാം മാറ്റി. ഞാൻ പറഞ്ഞു അതെങ്ങനെ പെട്ടെന്ന് ഇതെല്ലാം മാറ്റുന്നത്? അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് തീരുമാനിക്കുന്നത്. നേരെ ഇനി കളക്ട്രേറ്റിൽ പോകാമെന്ന് പറഞ്ഞ് ഡെപ്യൂട്ടി കളക്ടറെയും ARO എല്ലാവരെയും കണ്ട് ലാസ്റ്റ് കളക്ടറെ വരെ കണ്ടു. അപ്പോൾ കളക്ടർ പറയുന്നത് വേണമെങ്കിൽ എനിക്ക് നോമിനേഷന് കൊടുക്കാം, കാരണം എൻ്റെ ഓൾറെഡി ആപ്ലിക്കേഷൻ സബ്മിറ്റായി പോയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ കൊടുക്കാം, പക്ഷേ നോമിനേഷൻ എനിക്ക് 23-ന് കൊടുക്കാം. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതിലാണ് എന്ന് പറഞ്ഞ് കൊടുത്താലും അതൊരു 3 ദിവസം കഴിഞ്ഞിട്ട് എങ്ങാനും ഇതായില്ലെങ്കിൽ, ആകാനാണ് സാധ്യത കൂടുതൽ, പക്ഷേ ആയില്ലെങ്കിൽ റിജക്ഷൻ ആയിപ്പോവും. ഈ ലാസ്റ്റ് 15-ാം തീയതി വരെ ആയിരുന്നു. നിങ്ങൾ ചെക്ക് ചെയ്തോ വേണമെങ്കിൽ, ഇപ്പോഴും ഒരു ലോഡാണ് ആൾക്കാരുടെ പേരുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഒരു പരിധിവരെ പലർക്കും ഇനിയും വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. അതായത് ചങ്ങനാശ്ശേരിയിലൊക്കെ ഒത്തിരി പേരുടെ പേരുകൾ ലിസ്റ്റുകൾ കയറിയാണ്. ഒന്ന് നെയിം ചേഞ്ച്, കൂടുതലും നെയിം ചേഞ്ച്, പ്ലേസ് ചേഞ്ച്, പിന്നെ ചെറിയ കറക്ഷൻസ് വരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ പേര് കാണാതെ വന്നിട്ട് അങ്ങനെ വന്നിട്ടുള്ളവർ. കാരണം ഇവിടെ വീണ്ടും നമ്മളിത് വോട്ടർ ID-യിൽ നമ്മുടെ പേരുണ്ടല്ലോ, ഈ വട്ടം നമ്മൾ ഇലക്ഷന് നിന്നു, അടുത്ത വട്ടം ഇലക്ഷൻ നിൽക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനും ഇവർ വരും. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കാണത്തില്ല, ഇവർ തിരിച്ചു പോകും, ലിസ്റ്റ് എടുക്കാതെ തിരിച്ചു പോകും. പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കേണ്ട കടമ നമ്മുടെയാണ്. പലപ്പോഴും നമ്മുടെ തിരക്കുകൾ കാരണം നമ്മളത് മാറ്റിവെക്കും. കഴിഞ്ഞ ഇതിനകത്ത് ഞാൻ വന്നത് മുതൽ നമ്മൾ ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൻ്റെ എങ്ങനെ വേണം ഇനി അടുത്ത 5 വർഷം എന്നുള്ളൊരു പ്രൊജക്റ്റ് വരെ, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ വരെ രാപകൽ ഇല്ലാതിരുന്ന് എഴുതി ഒരു ബുക്ക് പോലെ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ചെങ്കിലും ഞാൻ ഉറപ്പായിട്ടും വരുന്ന ദിവസങ്ങളിൽ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാനത് അപ്ലോഡ് ചെയ്യും. അത് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഇനി വരുന്ന ആൾക്കാരെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ വന്ന് അറിയട്ടെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. പിന്നെ ഇവിടെ വന്ന് നമുക്ക് നേരിട്ട് കണ്ടിട്ടേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് അപ്രോച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത്രയും പ്രശ്നങ്ങളായി. ഇപ്പം ഞാൻ ഓടി കളക്ടറിൻ്റെ അടുത്ത് വരെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റും. ഇത്രയും തിരക്കുള്ള സമയം. ഇലക്ഷൻ്റെ ഒരു വലിയ പുള്ളി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിനോടും വരെ നമ്മൾ സംസാരിച്ചാണ് വേണമെങ്കിൽ നോമിനേഷൻ കൊടുത്തോളാനും പിന്നെയും പറഞ്ഞു കളക്ടർ. നമ്മുടെ ഭാഗ്യം വരും, പക്ഷേ ഭാഗ്യം പരീക്ഷിക്കേണ്ടത് നോമിനേഷൻ കൊടുത്തല്ലല്ലോ. അത് നമ്മുടെ ഈ ഒരു സ്പേസേ പോകില്ല. 2020 എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി അവർ ഇരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അതിനകത്ത് ഞാൻ കാരണം അതിവിടെ ഏറ്റുമാനൂരുള്ള എൻ്റെ ആൾക്കാർക്ക് അത് നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു വട്ടം നിങ്ങളൊരു ചാൻസ് കൊടുക്കൂ. തീർച്ചയായിട്ടും എൻ്റെ റിക്വസ്റ്റാണ്. ഒരു വട്ടം കഴിഞ്ഞ 50-55 വർഷങ്ങളായിട്ട് മാറി കൊടുത്തില്ലേ, ഒരു വട്ടം ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരം കൊടുക്കുക. ഇത് നിങ്ങൾ ഇടണം, ഇത് കട്ട് ചെയ്ത് കളയരുത്. ഉടൻ ഉണ്ടാവും. ഇത് കട്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞത് കട്ട് ചെയ്ത് കളയരുത്. 2 പേരോടുകൂടെ പറയുന്നത്.
പ്രചരണ രംഗത്ത് പറ്റുന്ന പോലെ മെയിൻ എല്ലാ പരിപാടിക്കും ഞാൻ ഇതിൻ്റെ ആൾക്കാരുടെ കൂടെ ഉണ്ടാവും ഇവിടെ.